അതിലും കൂടുതൽ കണ്ണ് നിറയുന്ന അമ്മമാരെ പുറത്ത് കാണാം. കാരണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ there is pain. ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ കരയുന്നവര് ഇന്നെണ്ണം കൂടി വരികയാണ്. 4ാമത്തെ സ്റ്റേജാണ്, ഞാൻ ഈ വേഗം പറയുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്, ഇത് എക്സ്റ്റെൻഡിങ് സ്റ്റേജ് ഓഫ് ഫാമിലി. എക്സ്റ്റെൻഡിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വീട് വിട്ടു പോവുകയാണ്, കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഒന്നുകിൽ ജോലിക്ക് പോകുന്നു, അല്ലെ പഠിക്കാൻ പോകുന്നു, അല്ലെ കല്യാണം കഴിച്ചു പോകുന്നു. അത് എക്സ്റ്റെൻഡിങ് സ്റ്റേജ്. ഇന്ന് ഞാൻ താമസിച്ച വീട്ടിലെ വീട്ടിലെ കുടുംബനായകനോട് പറഞ്ഞു, അച്ഛാ കുഞ്ഞിനെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടില്ല, കാരണം കുഞ്ഞുങ്ങൾ പോവുക എന്ന് പറയുന്നത് വലിയ വേദനയല്ലേ. സോ എക്സ്റ്റെൻഡിങ് ഈസ് വെരി വെരി പെയിൻഫുൾ. അതും നമ്മൾ അനുഭവിക്കും. ഇതെല്ലാം കഴിയുമ്പോഴാണ് ദ റീഫോമിങ് സ്റ്റേജ് ഓഫ് ഫാമിലി. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെല്ലാവരും കല്യാണം കഴിച്ച് പുറത്തുപോയി, എല്ലാവരും പറന്നുപോയി. എംപ്റ്റി നെസ്റ്റ് എന്നാ പറയുന്നത്. എംപ്റ്റി നെസ്റ്റ്. കിളിക്കുഞ്ഞുങ്ങളെല്ലാം തന്തക്കിളിയും തള്ളക്കുളിയും കൂടെ വളർത്തി പഠിപ്പിച്ച് പറപ്പിച്ച് വിട്ട് കൂടും തള്ളി താഴെ ഇട്ടു. ഇപ്പോൾ 2 കമ്പിലിരുന്ന് തന്തക്കുളിയും തള്ളക്കിളിയും കൂടെ സംസാരിക്കുകയാണ്. അതിനെയാണ് വിളിക്കുന്നത് ദ റീഫോമിംഗ് സ്റ്റേജ്, ദ എംപ്റ്റി നെസ്റ്റ്. ഇപ്പോൾ പറയുകയാണ്, ദിസ് ഈസ് ദ സെക്കൻഡ് ഹണിമൂൺ സ്റ്റേജ് ഓഫ് ഫാമിലി. 2ാമത്തെ മധുവിധു കാലഘട്ടമാണ്. കാരണം എന്താണ്? കല്യാണം കഴിഞ്ഞു, 10ാം മാസം ആദ്യത്തെ കുഞ്ഞുണ്ടായി, പിന്നെ 2 കുഞ്ഞുണ്ടായി, 3 കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 40 വർഷം ജീവിച്ചു, 30 വർഷം ജീവിച്ചു. ഇവര് തമ്മിൽ ഇതുവരെ ജീവിച്ചിട്ടില്ല. 2 പേരും ഡേ ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും രാത്രിയും പകലും ജീവിച്ചു. ഇപ്പോൾ ദൈവം തന്ന 2ാമത്തെ ഘട്ടമാണ് റീഫോമിംഗ് സ്റ്റേജ് ഓഫ് ഫാമിലി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഭാര്യയും ഭർത്താവും ആരാണെന്ന്. അതുവരെയും 2 പേരും ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, വിവാഹം എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് ഓഫ് ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണം. അപ്പോൾ വീട്ടിലെ ഫ്രാഗ്രൻസ് എന്താണ്? അയാൾ പറയുകയാണ്, ആദ്യത്തെ 2 വർഷം ഫ്രാഗ്രൻസ് ഓഫ് സെന്റ്, പെർഫ്യൂംസ്, നല്ല മണമാണ്. നെക്സ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ 10 വർഷം വരെ ബേബി പൗഡർ, ബേബി മിൽക്ക്, ഇതിന്റെ മണമാണ്. 10 വർഷം കഴിഞ്ഞ് അവർ പറയുകയാണ് ആക്സ് ഓയിൽ, ടൈഗർ ബാം എല്ലാം. അപ്പോൾ റീഫോമിംഗ് സ്റ്റേജിൽ നമ്മളുടെ സ്മെൽ എന്താണ്? വാട്ട് ഈസ് ദ ഫ്രാഗ്രൻസ് ഓഫ് അവർ ഫാമിലി? ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. 2 താമസിച്ച് മിക്കവാറും വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങൾ എവിടാ കിടക്കുന്നേ? അച്ഛാ ഈ മുറിയിലാണ്. മക്കൾ പണിത് കൊടുത്തിട്ടുണ്ട്, 8 മുറി, 6 മുറി, 4 മുറി. അമ്മച്ചി എവിടെ കിടക്കുന്നേ? മോളത്തെ നിലയില്, അപ്പച്ചൻ താഴെ, അമ്മച്ചി മുകളിൽ. ഇതാണ് പല വീട്ടിലെ സ്ഥിതി. റീഫോമിംഗ് സ്റ്റേജ് ഓഫ് ഫാമിലിയിൽ മരണം വരെയും ആത്മാർത്ഥത ബന്ധം തുടരുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മുൻപോട്ടുള്ള സ്പീഡിൽ അല്പം കൂടെ സ്പീഡ് കുറച്ച് പറയാം. സോ ഈ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ ദൈവനിയോഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. ആ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഇനിയുള്ള 25 മിനിറ്റിൽ ഫാമിലി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം നിങ്ങൾക്ക് ഓർക്കാൻ ഞാനൊരു പെട്ടെന്ന് പറയുകയാണ്. ഫാമിലി എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ FAMILY ഈ ലെറ്റേഴ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി പോകുമ്പോൾ. ഫാമിലി ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. 4 ദിവസം കഴിയുമ്പോൾ ഞാൻ അന്ന് രാത്രി ചോദിക്കും ഇന്ന് പറഞ്ഞ എന്താണ്. സോ ഫാമിലി എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് സാധാരണ പറയാറുണ്ട് ഫാദർ ആൻഡ് മദർ വി ലവ് യു. ഫാമിലിയെ കുറിച്ച് പറയാറുണ്ട്, മമ്മ പപ്പ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഇതാണ് ഫാമിലിയിൽ പറഞ്ഞു വെച്ചിരുന്നത്. എന്താണ്? പപ്പ മമ്മി ഞങ്ങൾ നിന്നെ, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു, ദാറ്റ് ഈസ് ഫാമിലി എന്ന് പറയും. പിന്നെ മലയാളത്തിൽ പറയാറുണ്ട് കൂടുമ്പോൾ, ഇമ്പം, പിന്നെ അങ്ങനെയൊക്കെ ചേർത്ത് പറയും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഫാമിലിയുടെ 1ാമത്തെ ലെറ്ററായ എഫ് എന്ന് പറയുന്നതിന് ഞാൻ കൊടുക്കുന്ന നിർവചനം, ഫാമിലി ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ്. കുടുംബം പ്രവർത്തന നിരതമായ ഒരു സംവിധാനമാണ്. സോ കുടുംബത്തിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു there are different units in family. ഫാദർ മദർ ഒരു യൂണിറ്റാണ്, ഫാദർ മകൻ ഒരു യൂണിറ്റാണ്, മദർ ഡോട്ടർ യൂണിറ്റാണ്, മദർ ഇൻലോസ് യൂണിറ്റ്. there are lot of units in family. എന്നാൽ കുടുംബത്തിന്റെ ഉള്ളിൽ ദൈവം തമ്പുരാന്റെ ഛായയിൽ ദൈവത്തിന്റെ ഹിതാനുസരണം ദൈവം കൂട്ടിച്ചേർത്ത് ഏറ്റവും പവിത്രമായി സ്ഥാപിച്ച യൂണിറ്റാണ്
ഭാര്യ ഭർത്തൃബന്ധം. സോ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പ്രാധാന്യത പറയുകയാണ്. The family should be always functional. So